അസ്സലാമലൈക്കും. എല്ലാവർക്കും ദിലസ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോയുമായിട്ടാണ്. നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. വെറും ടാപ്പും അതുപോലെ തന്നെ പെയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാ ഈ ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല രസമല്ലേ? നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്യൂ. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ആദ്യം നമ്മൾ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കുക. എൻ്റെ ഈ ബോട്ടിൽ മേലെ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ട്. ഇത് ഞാൻ എത്ര ഉരച്ചിട്ടും പോകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ബോട്ടിൽ മേലെ ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ കൈ ടാപ്പ് ഒട്ടിക്കുന്നതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ ഏകദേശം എയർ ബബിൾസ് ഒക്കെ പോകും. എയർ ബബിൾസ് ഇല്ലാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി സ്പേസ് വിട്ടിട്ട് വേണം അടുത്തത് ഒട്ടിക്കാൻ. ഇനി ഞാൻ ഇത് ഫുള്ളാക്കിയിട്ട് ഫുള്ള് ഒട്ടിച്ചിട്ട് വരാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. എയർ ബബിൾസ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ആക്കി കൊടുക്കുക. എയർ ബബിൾസ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് കടക്കാം. ഞാനിവിടെ അക്രിലിക്കിൻ്റെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്രഷ് വെച്ച് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് കൊണ്ടും ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മുഴുവനും അടിച്ചെടുത്ത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടാപ്പ് മെല്ലെ പറിച്ചു കളയാം. സ്പീഡിൽ പറിക്കരുത്, മെല്ലെ പറിച്ചു കളയണം. ഇപ്പോൾ ഞാനിത് മുഴുവനും പറിച്ചെടുത്തിട്ടുണ്ട്. അടിയിൽ ഞാൻ ഒരു പത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ അടിയിലാവാതിരിക്കാനാണ്. നിങ്ങൾക്കൊരു ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഡിസൈനായിട്ട് സ്മൈലും കണ്ണും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേൾ വൈറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഗ്ലൂ പെൻ ഉണ്ടെങ്കിൽ അത് കൊണ്ടും വരച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് കൊണ്ടാണ് വരച്ച് കൊടുക്കുന്നത്. ഞാൻ ടാപ്പ് ഒട്ടിച്ചപ്പോൾ അത് കറക്റ്റ് ലൈനിലൂടെ വന്നില്ല. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ വാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാമലിൻ്റെ പിക്ചർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. വാർണിഷ് നിങ്ങൾ എന്തായാലും ചെയ്യണം. കാരണം കുറേ കാലം നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കാനാണ്. എന്തായാലും നിങ്ങൾ വാർണിഷ് ചെയ്യണം.
ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മേലെ ഒരു യാണ് കെട്ടി കൊടുത്തിട്ടുണ്ട്. യെല്ലോ യാണാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഞാൻ ഒരു യെല്ലോ കളർ സ്മൈലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. സ്മൈലും 2 കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിൽ നല്ല ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇന്നത്തെ ഈ ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക്